കാലിഫോർണിയയിൽ വീണ്ടും കാട്ടുതീ പടർന്നു പിടിക്കുകയാണ്. ഇന്നലെ രാവിലെ തുടങ്ങിയ പുതിയ തീപിടുത്തം 3407 ഏക്കറോളം പ്രദേശമാണ് പ്രധാനമായും കത്തിച്ചാമ്പലാക്കിയത്. പുതിയ അഗ്നിയെ അണുബോംബ് എന്നായിരുന്നു വിദഗ്ധർ വിശേഷിപ്പിച്ചത്. അത്രയും ശക്തമായ തോതിലായിരുന്നു തീ പടർന്നു പിടിച്ചത്. ലോസ് ആഞ്ചലസിന് വടക്ക് ഭാഗത്ത് ഇന്നലെയായിരുന്നു പുതിയ കാട്ടുതീ രൂപപ്പെട്ടിരുന്നത്. തുടർന്ന് 10,000-കണക്കിന് ആളുകളോട് പ്രദേശത്ത് നിന്നും ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. കാസ്റ്റേക്ക് തടാകത്തിന് സമീപമുള്ള കുന്നിൻ പ്രദേശത്ത് നിന്ന് തുടങ്ങിയ കാട്ടുതീ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ 10,000-ഓളം ഏക്കറിലധികം വിസ്തൃതിയിലേക്ക് അതിവേഗം പടരുകയായിരുന്നു. ലോസ് ആഞ്ചലസിൽ വൻ നാശത്തിന് കാരണമായ കാട്ടുതീക്ക് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു പ്രധാനമായും പുതിയ കാട്ടുതീ പടർന്നു പിടിച്ചത്. ബുധനാഴ്ച രാവിലെ പുതിയ തീപിടുത്തം ഉണ്ടായെന്നാണ് കാലിഫോർണിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്ട്രി ആൻഡ് ഫയർ പ്രൊട്ടക്ഷൻ അറിയിക്കുന്നത്. ഏതാണ്ട് 9,400 ഏക്കർ ഭൂമി കത്തി നശിക്കുകയുണ്ടായി. ശക്തമായ കാറ്റും വരണ്ട കാലാവസ്ഥയുമാണ് തീ കൂടുതൽ വ്യാപിക്കാൻ വഴിതെളിച്ച പ്രധാന കാരണം. പ്രദേശത്ത് വീശിയടിച്ച അതിശക്തമായ കാറ്റ് ഇത് കൂടുതൽ പടരുമെന്ന ആശങ്കയ്ക്ക് കാരണമാവുകയും ചെയ്തു. ലോസ് ആഞ്ചലസിന് ഏകദേശം 56 കിലോമീറ്റർ വടക്ക് സാന്താ ക്ലാരിറ്റ നഗരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന തടാകത്തിന് ചുറ്റുമുള്ള 31,000 ആളുകളെ ഒഴിപ്പിക്കാൻ നിലവിൽ ഉത്തരവിട്ടിട്ടുണ്ട്. തെക്കൻ കാലിഫോർണിയ മേഖലയാകെ ഇപ്പോൾ ഭീതി പടർത്തിക്കൊണ്ടാണ് തീ ആളി പടർന്നു പിടിച്ചിരിക്കുന്നത്. സാൻ ഗബ്രിയേൽ പർവ്വത നിരകളിലേക്കുള്ള സഞ്ചാരികളുടെ യാത്രയും അധികൃതർ വിലക്കിയിട്ടുണ്ട്. തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ച് ഇപ്പോഴും അന്വേഷണം നടത്തുകയാണ്. തീപിടുത്തം അനിയന്ത്രിതമായി തുടരുന്നു എന്നാണ് അഗ്നിശമന സേന തന്നെ വ്യക്തമാക്കിയത്. വിമാനം വഴിയും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഏകദേശം 18,000-ഓളം പേരാണ് ഈ മേഖലയിൽ പ്രധാനമായും താമസിക്കുന്നത്. ഇവിടെ സ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയാണ്. മാത്രമല്ല, നേരത്തെ ശക്തമായ കാറ്റും അങ്ങേയറ്റം വരണ്ട കാലാവസ്ഥയും കാരണം ജനുവരി 7-നായിരുന്നു ലോസ് ആഞ്ചലസിൽ കാട്ടുതീ രൂപപ്പെട്ടതും പടർന്നു പിടിച്ചതും. തീപിടുത്തം വ്യാപകമായ നാശത്തിനാണ് യഥാർത്ഥത്തിൽ കാരണമായത്. നിരവധി ജീവനുകളാണ് ഈ തീപിടുത്തത്തിൽ നഷ്ടമായതും. വീടുകൾ കത്തി നശിച്ചു. ലക്ഷക്കണക്കിന് ആളുകളെ മേഖലയിൽ നിന്ന് മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തീ അണയ്ക്കുന്നതിൽ കാലിഫോർണിയയിലെ അധികൃതരുടെ ഭാഗത്തു നിന്നും വൻ വീഴ്ച ഉണ്ടായെന്നാണ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന പ്രധാന ആരോപണം. വലിയൊരു ജലശേഖരം സ്വന്തമായുള്ള കാലിഫോർണിയയിൽ എന്തുകൊണ്ടാണ് കൃത്യമായി തീയണയ്ക്കാൻ കഴിയാത്തതെന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ കാലിഫോർണിയയിലെ സംവിധാനങ്ങളുടെ പരിമിതിയെക്കുറിച്ച് കൃത്യമായി അറിയാത്തതുകൊണ്ടാണ് ട്രംപ് ഇത്തരത്തിൽ പ്രതികരിച്ചതെന്നാണ് കാലിഫോർണിയ ഗവർണർ ട്രംപിന്റെ പരാമർശത്തിന് നൽകുന്ന വിശദീകരണം.